ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പുതുവർഷത്തിൽ പ്രത്യാശയോടെ ചുവടുവയ്ക്കുവാനുള്ള സമുന്നത മാർഗനിർദ്ദേശം ഫിലിപ്പിയ ലേഖനത്തിൽ ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ നൽകുന്നുണ്ട്. 3 അധ്യായം 13-14 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. കഴിഞ്ഞ വർഷത്തിലെ പരാജയങ്ങളുടെ ചിന്തകളും മനോഭാരങ്ങളും പുതുവർഷത്തിലെ ദൈവ നിയോഗ നിർവഹണത്തിന് തടസ്സമാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് പൗലോസ് അപ്പോസ്തലന്റെ ആഹ്വാനം. പുതുവർഷത്തിലെ ദൈവിക പദ്ധതികൾ അനുഗ്രഹകരമായി നിറവേറ്റുന്നതിനും ആത്മനവീകരണത്തിനും ആത്മീയ വളർച്ചയ്ക്കുമൊക്കെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ നഷ്ടബോധങ്ങളും പരാജയങ്ങളും തടസ്സമാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടെ പുതുവർഷത്തിലേക്ക് ചുവടുവയ്ക്കുന്നതിനുള്ള അപ്പോസ്തലന്റെ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് ഒന്ന് ചിന്തിക്കാം. പിന്നിലുള്ളത് മറക്കുവാനാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ആഹ്വാനം. കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങളിൽ നിന്നും ദൈവം പഠിപ്പിച്ച ജീവിത പാഠങ്ങൾ തീർച്ചയായും നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കണം. അതൊരിക്കലും മറന്നുകളയരുത്. എന്നാൽ ജീവിത ദുരന്തങ്ങളും മനുഷ്യർ നൽകിയ മുറിവുകളും അപമാനവും അതുണ്ടാക്കിയ വെറുപ്പും പ്രതികാര ചിന്തകളുമൊക്കെ മറക്കുവാനും മാപ്പ് കൊടുക്കുവാനും നമ്മൾ തയ്യാറാകണം. അല്ലെങ്കിൽ ഇത്തരം നിഷേധ ചിന്തകളും വികാരങ്ങളും പുതുവർഷത്തിൽ ദൈവമൊരുക്കുന്ന അനന്ത സാധ്യതകളിലേക്ക് ചുവടുവയ്ക്കാൻ നമുക്ക് തടസ്സമാകും. എബ്രായ ലേഖനം 12 അധ്യായം. ആരും ദൈവ കൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തരോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. അപ്പോസ്തലന്റെ ഈ വാക്കുകൾ എപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കുന്നത് അനുഗ്രഹകരമാണ്. കഴിഞ്ഞകാല ദുരന്ത അനുഭവങ്ങളുടെ തടവുകാരാകുന്നവർക്ക് ദൈവം നൽകുന്ന പുതിയ സാധ്യതകളിൽ സധൈര്യം മുന്നേറുവാൻ കഴിയാതെ വരും. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? കഴിഞ്ഞകാല ദുരന്തങ്ങളിലെ മുറിവുകളും നിരാശയും ക്രിസ്തുവിൻ്റെ കൃപാസനത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കണം. ഹൃദയത്തിൽ നിന്ന് വിട്ടുകളയുവാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കണം. അതോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിലെ വിജയങ്ങളിൽ അഹങ്കരിക്കാതെ ദൈവത്തിന് നന്ദി പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യാനും നമ്മൾ പഠിക്കണം. ഓട്ടക്കളത്തിലെ സ്പോർട്സ് താരത്തെ പോലെ ലക്ഷ്യത്തിൽ ദൃഷ്ടി ഉറപ്പിച്ച് മുന്നോട്ട് കുതിക്കണമെന്നതാണ് പുതുവർഷത്തിലേക്കുള്ള രണ്ടാമത്തെ ഉപദേശം. ലക്ഷ്യബോധവും പരിശ്രമവും കൊണ്ട് മാത്രമേ
ഭൗതികവും ആത്മീയവുമായുള്ള മുന്നേറ്റം സാധ്യമാവുകയുള്ളൂ. ശുഷ്കാന്തിയോടെ ദൈവത്തെ അന്വേഷിക്കുക, ജീവിത വിശുദ്ധി വാക്കിലും പ്രവൃത്തിയിലും സൂക്ഷിക്കുക, വിളിച്ച വിളിയിൽ വിശ്വസ്തരായിരിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ആത്മീയ വളർച്ച സാധ്യമാവുകയുള്ളൂ. ഇതെങ്ങനെയാണ് പ്രായോഗികമാക്കുവാൻ കഴിയുക? ആത്മീയ ഗോൾ സെറ്റിംഗ് ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആരാധന, പ്രാർത്ഥന, തിരുവചന പഠനം എന്നിവയിലൂടെ ദൈവവുമായി ആത്മബന്ധം പുലർത്തുന്നതിലൂടെ നമുക്ക് ഗോൾ സെറ്റിംഗ് സാധ്യമാകും. ദൈവം നമുക്ക് മുമ്പിൽ തുറക്കുന്ന പുതിയ സാധ്യതകളെ വിനയപൂർവ്വം നമ്മൾ മറിയാമിനെ പോലെ സ്വീകരിക്കണം. റൂട്ടും പ്ലാനും വ്യക്തമല്ലാത്ത നമ്മുടെ നിയോഗയാത്രയിൽ സ്വന്തം വിവേകത്തിലും അറിവിലും പദ്ധതിയിലും മനസ്സുറപ്പിക്കാതെ ദൈവത്തിൻ്റെ ദിവ്യ പരിപാലനത്തിനും വഴിനടത്തലിനും പുതിയ ദർശനങ്ങൾക്കുമായി പ്രാർത്ഥനയോടെ ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കണം. ഭൂമിയിലുള്ളതിലല്ല, നിത്യതയിൽ ക്രിസ്തുവിനോടൊപ്പമുള്ള നിത്യവാസത്തിൽ പൗലോസ് ലക്ഷ്യം വെച്ചതുപോലെ നമ്മളും ലക്ഷ്യം വയ്ക്കണമെന്നതാണ് പുതുവർഷത്തിലേക്കുള്ള അപ്പോസ്തലന്റെ 3ാമത്തെ ഉപദേശം. നിത്യതയെ ലക്ഷ്യമാക്കിയുള്ള ഓട്ടത്തിൽ സാത്താന്യ ശക്തികൾ തടസ്സങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാക്കും. ഓട്ടം ദുഷ്കരമാകുമ്പോഴും പിന്മാറാതെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കണം. ഇതിന് ചില മുൻകരുതലുകൾ ആവശ്യമാണ്. പരിശുദ്ധാത്മ ശക്തിക്കും മാർഗനിർദ്ദേശത്തിനും പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി ദൈവസന്നിധിയിൽ നമ്മൾ സമയം ചിലവഴിക്കണം. നമ്മുടെ മനസ്സും പാപപൂർണമായ മനസ്സാക്ഷിയും പറയുന്ന ജൽപ്പനങ്ങൾ നമ്മൾ വിലക്കെടുക്കരുത്. അതനുസരിച്ച് വഴിതെറ്റി നടക്കരുത്. പരസ്പര പ്രോത്സാഹനം ലഭിക്കുവാൻ നിർമ്മല സാക്ഷ്യമുള്ള വിശുദ്ധരുമായുള്ള കൂട്ടായ്മ നമ്മൾ നിലനിർത്തണം. എബ്രായ ലേഖനം 10ാം അധ്യായത്തിലെ ഇതുമായി ബന്ധപ്പെട്ട ഉപദേശം വളരെ ശ്രദ്ധേയമാണ്. ചിലർ ചെയ്യുന്നതുപോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചും കൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും, ക്രിസ്തുവിൻ്റെ വരവ് സമാഗതമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്തോറും കൂട്ടായ്മ അധികമായി തുടരേണ്ടതാണ്. ഈ പുതുവർഷത്തിലേക്ക് പൗലോസ് അപ്പോസ്തലന്റെ മൈൻഡ് സെറ്റോടെ നമുക്ക് ചുവടുവയ്ക്കാം. പിന്നിലുള്ളവയെ മറന്ന് മുമ്പിലുള്ളതിന് ലക്ഷ്യമാക്കി യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവവിളിയാകുന്ന സമ്മാനത്തിനു വേണ്ടി ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ പ്രയാണം തുടരാം. സ്വർഗീയ പൗരന്മാരായ നമ്മുടെ ശാശ്വത ലക്ഷ്യം നിത്യതയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. പുതിയ ദർശനത്തോടും ഉറച്ച വിശ്വാസത്തോടും ദൈവാശ്രയത്തോടും കൂടി നമുക്ക് മുന്നേറാം. കഴിഞ്ഞ വർഷത്തെ ദുരനുഭവങ്ങളും മുറിവുകളും
കർത്താവിൻ്റെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ച് ദൈവത്തിലുള്ള പ്രത്യാശയോടെ പുതുവർഷത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. പുതുവർഷത്തിലെ നമുക്കുള്ള ദൈവീക പദ്ധതികളെ വെളിപ്പെടുത്തി തരുവാനും സുശക്തമായ മുന്നേറ്റത്തിന് അമിത ബലം തരുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. എഫേസ്യ ലേഖനത്തിലെ പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥന നമുക്കും ചേർന്ന് ചൊല്ലാം. 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ. ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അത്യന്തം പരമമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. പുതുവത്സര ആശംസകളോടെ എ പി ജോർജ്.